ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പൊതുയിടവും വഴിയോരവും സുന്ദരമാക്കാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജു ലക്ഷ്മണൻ, പ്ലേസ് മേക്കർ. നിങ്ങളീ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മേലാർക്കോട് പഞ്ചായത്തിലെ കോട്ടയക്കുളം എന്ന ഒരു പ്രദേശമാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. വീഴുമലയുടെ അടുത്തുള്ള ഒരു പ്രദേശം. നല്ല അമ്പലക്കുളവും ക്ഷേത്രക്കുളവും കൊണ്ട് വളരെ മനോഹരമായ അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ്. ഒരു നാടൻ ലുക്ക് ഉണ്ട് ഈ പ്രദേശത്തിന്. ഇവിടുന്ന് നെന്മാറയ്ക്ക് പോകുന്ന റോഡും വടക്കഞ്ചേരിയിലേക്ക് ഉള്ള റോഡാണ് ഈ കാണുന്നത്. ഈ കുളത്തിന് ചുറ്റും കുറച്ച് ആളുകൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ആക്കി, ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി. ഈ കുളത്തിന് ചുറ്റും ഗംഭീരമായ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്, വിളക്കുകാലുകൾ, ഗാർഡൻ ചെയറുകൾ എന്നിവ വെച്ച് അലങ്കരിക്കുകയാണെങ്കിൽ ഈ പ്രദേശം ഒന്നുകൂടെ കൂടുതൽ മനോഹരമായിരിക്കും. നോക്കൂ, ഈ പെട്ടിക്കടകളൊക്കെ പൊളിച്ചു മാറ്റി നല്ല ഒരു ഫുഡ് കിയോസ്ക്, വാട്ടർ കിയോസ്ക്, ഗാർഡൻ ലൈറ്റ്, ചെറിയൊരു കൂടാരം, ഇരിക്കാനുള്ള ഒരു കൂടാരം പോലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി ഇവിടെ ഒന്ന് മനോഹരമാക്കുകയാണെങ്കിൽ, നമ്മുടെ ഓരോ പ്രദേശങ്ങളും ഇതുപോലുള്ള ഓരോ പ്രദേശങ്ങളെ കണ്ടെത്തി മനോഹരമാക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ കൂടുതൽ ആളുകൾ വന്ന് ഇരിക്കുകയും ഇവിടെ വളരെ ഭംഗിയുള്ളതായി എന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇതുപോലുള്ള പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ഇടത്താവളമായും പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാൻ കഴിയും. ഇതൊരു സാധാരണ നാട്യംപുറ പ്രദേശമാണ്. എങ്കിലും ഇതുപോലുള്ള ഈ കമ്പി പോസ്റ്റുകളൊക്കെ എടുത്തു മാറ്റി നല്ല വൃത്തിയായി, നല്ല പുല്ലുകട്ടകൾ, പുൽത്തകിടി, ഇന്റർലോക്സ് എന്നൊക്കെ വെച്ച് ഇവിടെ വളരെ മനോഹരമായി അലങ്കരിക്കുകയാണെങ്കിൽ ഒരു 50 ആളുകൾക്കെങ്കിലും ഇവിടെ വന്നിരിക്കാനുള്ള സെറ്റപ്പ് ആക്കിയെടുക്കുകയാണ് വേണ്ടത്. ഓരോ ടൂറിസ്റ്റ് പ്രദേശം ഒരു 50 ആളുകൾ വന്ന് എല്ലാ സമയം ഇവിടെ ഇരിക്കാൻ, 24 hours ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കി ഇവിടെ എടുക്കണം. ഈ കാണുന്ന കുറച്ച് പൂച്ചെടികൾ ഞാൻ വെച്ചതാണ്. എൻ്റെ മരം വെപ്പിന്റെ അനുബന്ധ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ വെച്ചതാണ്. ഇക്കാണ് ഇവിടെ വലിയ മരങ്ങൾ വെക്കാൻ പറ്റില്ല, കാരണം മുകളിലൂടെ ഹൈ ടെൻഷൻ വയർ കടന്നു പോകുന്നതിനാൽ ആ പരിപാടി ഇവിടെ പറ്റിയില്ല. ഇത് വളരെ കാണാൻ മനോഹരമായ ഒരു അക്വഡക്റ്റ്. ഈ വീഴുമലയുടെ അപ്പുറത്ത് നിന്നും മറ്റു ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകാനായി ഒരു ചെറിയ കനാൽ പാലം. നോക്കൂ, എന്തും മനോഹരമായ പ്രദേശം. ഇവിടെയൊക്കെ നന്നായി മനോഹരമാക്കി എടുക്കുകയാണെങ്കിൽ ഓരോ വഴിയും മനോഹരമാക്കി എടുക്കുക, ഉള്ള ഇടം വൃത്തിയാക്കി എടുക്കുക. അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇനി വരും കാലത്തേക്ക് വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇനിയാണ് അത് ചെയ്യേണ്ടത്. ഈ കുളത്തെ അതേപോലെ സൈഡിൽ കുളത്തിന്റെ അരികിൽ കരിങ്കൽ ഭിത്തികൾ കെട്ടി അതിൽ വിളക്കുകാലുകൾ, ഗാർഡൻ ചെയറുകൾ, വേസ്റ്റ് ബിൻ, പുൽത്തകിടി, പൂച്ചെടികൾ, ഇന്റർലോക്സ് എന്നിവ വെച്ച് വളരെ മനോഹരമായി അലങ്കരിക്കുകയും എന്നും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു സമുദായം നമ്മുടെ നാട്ടിൽ വരേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ പ്രദേശങ്ങളെ വികസിപ്പിച്ച് പരിപാലിച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇത് ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ദൂരെ കാണാൻ നിന്നും മനോഹരമായ ഒരു ലുക്കാണ് ഈ ക്ഷേത്രക്കുളവും ഈ അമ്പലവും. വേനൽക്കാലത്ത് വെള്ളം അത്യാവശ്യം കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വീഴുമലയുടെ ഒരു ഓരമാണ്, ഒരു ഓരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നത്
വീടുകളിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇവിടെ ആൾതാമസം പൊതുവെ കുറവാണ്. എങ്കിലും നോക്കി ഇതുപോലുള്ള പ്രദേശങ്ങൾ, അതായത് ഇവിടെ തണൽ നിലനിർത്തി മനോഹരമാക്കുകയാണ് ഇനി വേണ്ടത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അട്രാക്ഷനും വഴിയോര യാത്രക്കാർക്കും ഒരു അട്രാക്ഷൻ. ഇവിടെ വന്ന് നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫോട്ടോ പോയിന്റ്, സെൽഫി പോയിന്റ്, അങ്ങനെ ഫോട്ടോ ഫ്രെയിം, അതിൻ്റെ ഒരു പ്രത്യേകതരം മാതൃക ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ലോകരാജ്യങ്ങൾ പലതും ഇതുപോലെ കുഞ്ഞു പ്രദേശങ്ങളെ വളരെ ഗംഭീരമായി സെറ്റപ്പ് ചെയ്ത് പ്ലേസ് മേക്കിംഗ് ആക്കി പൊതുജനത്തിന് മുന്നിൽ ഫ്രീ ആയി അവതരിപ്പിക്കുകയാണ്. ഫ്രീ ആയിട്ട് ഒരു പൈസയുമില്ലാതെ ജനങ്ങൾ അവിടെ വന്ന് സമയം ചെലവഴിക്കുന്നു, അവരുടെ പണം അവിടെ ചെലവഴിക്കുന്നു, അത് മറ്റുള്ളവർക്ക് വരുമാനമാകുന്നു. ഈ പാലവും നല്ല പെയിന്റ് അടിച്ച് നല്ല ഗംഭീരമാക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ് നമ്മൾക്ക് മുന്നിൽ കാത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ പ്രദേശങ്ങളെ വൃത്തിയാക്കിയെടുക്കുക, സൗന്ദര്യവൽക്കരിക്കുക. ഈ പൂച്ചെടികൾ കുറച്ചൊക്കെ എല്ലാം ഞാൻ വെച്ചതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു സഹായമുള്ള ഒരു ഏട്ടനാണ് ഇതൊക്കെ പരിപാലിക്കുന്നത്. അദ്ദേഹം വെള്ളമൊഴിച്ചുകൊണ്ട് ഇത്രത്തോളം വന്നു. ആളുടെ പേര് എനിക്കറിയില്ല. അത് ചെയ്തതിന് പ്രത്യേക നന്ദിയും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഈ കോട്ടയക്കുളം എന്ന സ്ഥലം മനോഹരമാകട്ടെ, നല്ല പ്രദേശമായി വളരട്ടെ. ഇതുപോലുള്ള പൂച്ചെടികൾ ഇനിയും ഗംഭീരമായ പൂച്ചെടികൾ ഇനിയും വെക്കാറാവട്ടെ, ഇന്ന് നമുക്ക് പരിപാലിക്കാറാവട്ടെ, നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ ഓരോ പ്രദേശങ്ങളും നമ്മളാണ് വൃത്തിയാക്കി എടുക്കേണ്ടത്. നമ്മൾ വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് ആളുകൾക്ക് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയെടുക്കുകയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത്. ഓരോ പൂച്ചെടികൾ കൃത്യമായി പരിപാലിച്ചതാണ് ഞാൻ ഇതുവരെ ചെയ്തത്. ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഈ മരം വെപ്പും പൂച്ചെടിയും മറ്റു അനുബന്ധ പ്രവൃത്തികളും. നോക്കൂ, എത്ര മനോഹരമായ ലുക്കാണ്, നല്ലൊരു ഭംഗി, നല്ലൊരു ആംബിയൻസ്. ഇനിയും കൂടുതൽ ആംബിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവും. നമ്മൾ വിചാരിച്ചിട്ട് നടക്കാവുന്നതൊന്നുമല്ല. ഉറപ്പായിട്ടും പറ്റും. നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ച. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.